ആദ്യം ഈ സംഘർഷത്തിന്റെ വിവരങ്ങളിലേക്കാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇക്ബാൽ, ഇപ്പോൾ PV അൻവർ പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം നിലവിൽ എല്ലാ മാധ്യമങ്ങളും കവർ ചെയ്യുമെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. എന്തുകൊണ്ടാണ് അൻവറിന്റെ അനുയായികളാണോ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്? എന്താണ് അവിടെ ഒരു തർക്കത്തിനിടയാക്കിയത്? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പാലക്കാട് അലനല്ലൂരിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി PV അൻവർ MLA എത്തുകയും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഫോൺ ചോർത്തൽ വിഷയത്തിൽ PV അൻവർ MLAക്കെതിരെ കേസെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് അദ്ദേഹം മടങ്ങിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ തന്നെ ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. PV അൻവർ MLA കാണാൻ എന്ന പേരിൽ ഈ അലനല്ലൂരിലേക്ക് എത്തിയ ഏതാനും ആളുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉന്തും തള്ളും ആരംഭിക്കുകയായിരുന്നു. PV അൻവർ MLA അവിടെ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത്. ആദ്യം ഏഷ്യനെറ്റിന്റെ പാലക്കാട് ബ്യൂറോയിലെ റിപ്പോർട്ടറായ ഹാത്തിഫ് മുഹമ്മദിന് നേരെ ഈ PV അൻവർ MLA കാണാൻ വേണ്ടി എത്തിയ അലനല്ലൂർ തന്നെ ഉള്ള ഒരു വ്യക്തിയാണെന്ന പേരിൽ ഉള്ള വ്യക്തിയാണ് ആദ്യം ഈ ഒരു ആക്രമണം തുടങ്ങുന്നത്. അയാൾ ഈ ഏഷ്യന്റെ റിപ്പോർട്ടറിന്റെ കഴുത്തിൽ പിടിച്ച് വലിക്കുകയും പിന്നീട് വസ്ത്രം ഉൾപ്പെടെ ബലമായി പിടിച്ച് വലിച്ച് വസ്ത്രങ്ങൾ കേടുപാടുകൾ ഉണ്ടാക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതിനിടയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പിന്നീടും ചില ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും മാധ്യമപ്രവർത്തകനായ മണ്ണാർക്കാട്ടെ പ്രാദേശിക ലേഖനായ സയ്യിദ് അലിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. MLAക്കോ അതല്ലെങ്കിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിക്കോ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് സംഘാടകരും അതുപോലെ തന്നെ ഭാരവാഹികളും അറിയിക്കുന്നത്. MLA കാണാൻ വേണ്ടി എത്തിയ ആളുകളായിരിക്കാം. തങ്ങൾക്ക് ഇവരെ പേരുകൾ അറിയില്ല, മുൻപരിചയം ഇല്ല, പക്ഷേ കണ്ടാൽ അറിയുന്ന ആളുകളാണെന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചുള്ള സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഈ ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കം നടക്കുന്നുണ്ട്. ഈ ആക്രമണം നടത്തിയിട്ടുള്ള 2 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.